പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു.
ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എൻ
എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ എന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ ദൈവനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വലത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ വൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ സോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. മൃതനെല്ലാരും മിന്നി വിളങ്ങും വദനോടുണരാ വരവരുണേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമേഴാത്തോരവികലമോദം നുകരാൻ മൃതരി മഹിമാ ഒഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കലുണ്ടാവുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ദൈവവുമായ മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കപടിയോടും കൂടി വാനമേഘങ്ങളെ പ്രദക്ഷിണാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചുരക്ഷരായ കപടങ്ങളെ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വർദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന പ്രത്യാശാതൃപ്തമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായുള്ള കാലപതി തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നമ്മിൽ നിന്നും തൻ്റെ ജീവിത അന്ത്യത്തിൽ ജീവിതാസന്റെ തിരുവിളി കേട്ട് നമ്മളെല്ലാവരുടെ യാത്ര പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ ഈ സഹോദരൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സഹോദരനെ ദൈവം നൽകിയ ആത്മാവിനെ തിരിച്ചെത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ആയിരിക്കുകയാണ്. ആയിരത്തോളം കാലം കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ദൈവം നൽകുന്ന മക്കളിൽ ദൈവത്തിൻ്റെ മക്കളായി വളർത്താനും വിശ്വാസം നിലനിർത്തുവാനും കഠിനമായി പരിശ്രമിച്ച് കഠിനമായ അധ്വാനത്തിൻ്റെ ജീവിതമായിരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ദൈവം വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും കടന്നു പോകേണ്ടവരാണ്. ആ വിധത്തിൽ ദേഹവും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു പോയി നമ്മളെല്ലാവരും യാത്ര പറഞ്ഞിട്ട് അത് നമുക്കും പ്രാർത്ഥനയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും ഒരു അവസരമായി രൂപാന്തരപ്പെടുത്താനുള്ളതാണ്. ദൈവത്തിൻ്റെ അനന്തമായ ദാനം അനുഭവിച്ചിട്ട് അത് ഇനിയും തുടർന്ന് ദൈവത്തോടൊപ്പമായിരുന്നു അനുഭവിക്കാൻ വേണ്ടിയും നമുക്ക് വേണ്ടി വീണ്ടും സ്വർഗത്തിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടിയും പോയിട്ടുണ്ട്. നമുക്ക് സഹോദരൻ്റെ നല്ല മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വന്തമാക്കാം, പരസ്പരം സ്നേഹിക്കാൻ സഹായിക്കാം, കുടുംബത്തിൻ്റെ അധ്വാനം നിലനിർത്തിക്കൊണ്ട് പോകാം. എല്ലാവർക്കും ദൈവവിശ്വാസത്തിന് വളരാൻ വേണ്ടി നമുക്കും പരിശ്രമിക്കാം. ദൈവത്തിന് ഈ ആത്മാവിനെ കൈയേൽപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളോടെല്ലാവരോടുള്ള നമ്മുടെ ദുഃഖം അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കരുണയുള്ള കർത്താവെ, കരയുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ഇതിൻ്റെ വാഗ്ദാനം പ്രതീക്ഷിക്കാൻ എൻ്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എൻ്റെ കർത്താവിനും മഹിമയുടെ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഭൂതലവും താവകമല്ലാതെ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മതനായുസ്സും. ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിത്യവരുന്നിൽ ശക്തനമേ. കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നിന്റെ കരുണകളെ അനുഗമിക്കുകയും നിന്റെ ദയാധീനയുടെ പാപങ്ങൾ മായിച്ചുവിടുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ആകാശത്തിലും ഭൂമിയിലും സ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ും
നിശ്ചയിതമല്ലോ. രവികരമാവതം മുഖരൻ മുഖരേ മഹിമാവൊഴുകും മണവറയുങ്കൽ ചേർക്കണീശോ. പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷവാന്റെ പക്കലാകുന്നു. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യവാനിന്റെ കൽപ്പന അനുസരിച്ച് മരണമഴി ലോകത്തിന് വ്യാപരിയമായ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ അങ്ങ് പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോട് ആഗതനാകുമ്പോൾ പണ്ട് കണ്ടിട്ടില്ലാത്തതും കാതിൽ കേട്ടിട്ടില്ലാത്തതും മനുഷ്യരുടെയും ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ധ്യാനത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർണ്ണനെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജീവിതത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ കൃപയ്ക്കൊന്നുകൊണ്ട് കരുണ തോന്നണമേ. നിന്റെ കാരണത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. എന്റെ അനുഗ്രഹത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ശരീരം ക്ഷയിക്കുകയും ദുരിതക്തമാനം ചെയ്യുകയും ചെയ്തവരെയും നീതിമാന്മാരുടെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും മതത്താലും പ്രവർത്തിക്കാനും അറിഞ്ഞും അറിയാതെയും ദാസം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിലും മോചനം നൽകി നീതിമാന്മാരും വസിക്കുന്ന സത്യവാസത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാണ് നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിൽ ഞാൻ പ്രവർത്തിക്കും നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വരുത്തുവലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനുഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ. ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ രൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കും. ദയാലുക്കളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ കർത്താവുമായ സർവേശ്വരാ ഉന്നതനാം വിശിഖാനാഥാമ്പതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടകമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണം. നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായി വനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും അങ്ങ് സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി ജനഗൃഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയാണ്. സന്ധിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഈ തിരുക്കർമ്മങ്ങളിലെ ഭക്തിയോടെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ബന്ധുവായ പുലപ്പിലാണ് പ്രധാന കാരണങ്ങൾ വഹിക്കുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശിക്ഷയും മഹത്വവും എന്നേക്കും അങ്ങേയ്ക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാവുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. സ്നേഹിക്കുന്നവരുടെ കയ്യിൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാവുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാന വഴി നവീകരിക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നാൾ നീ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. എന്റെ
എന്റെ ദിവസം എത്ര പരിമിതങ്ങളാകുന്നു മരിച്ചുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണയിൽ ദയാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോരം ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുളന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വരം പാകേ നൽകണമേ. നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. സഹോദരരെയും പൗലോസ്ലീഹാർക്കെഴുതിയിരിക്കുന്നു. എന്റെ സഹോദരരെയും മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർപ്പെടുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിലും മരിച്ചവരെയും അവരുടെ കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിന്റെ ലേഖനായി അവരുടെ കൂടെ മേഖലയിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും
എന്ന് ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഈ പ്രിയ സഹോദരന്റെ മതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ആ ബന്ധവും വെച്ച് പ്രാർത്ഥിക്കുന്നതിനും കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നതിനും വേണ്ടിയാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായിത്തീരുന്നു. എത്രയോ അർത്ഥവത്തായ ഒരു സങ്കീർത്തന ഭാഗമാണ് ഇത്. അനുദിനം പത്രമെടുത്ത് നോക്കുമ്പോൾ പിഞ്ച് കുഞ്ഞുങ്ങൾ മുതൽ 100 വയസ്സിന് പ്രായമുള്ള ആളുകളുടെയും വരെ മരണവാർത്ത നാം പത്രത്തിൽ വായിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ ഇടവയിൽ നിന്ന് തന്നെ 100 വയസ്സിന് പ്രായമുള്ള ഒരു സഹോദരൻ മരിച്ചു. അങ്ങനെ മരണത്തിന് പ്രത്യേകമായ ആയുസ് ദൈർഘ്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം. ദൈവം തമ്പുരാന്റെ പ്രത്യേകമായ പരിപാലനയിൽ മനോഹരമായ ഒരു തോട്ടം പോലെ നമ്മെ എല്ലാവരെയും ഈ ലോകത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. ആ പൂന്തോട്ടത്തിൽ പല രീതിയിലുള്ള പുഷ്പങ്ങളുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളുണ്ട്. സുഗന്ധം വഹിക്കുന്ന പുഷ്പങ്ങളുണ്ട്. അതുപോലെ തന്നെ ദോഷം ചെയ്യുന്ന പുഷ്പങ്ങളും ആ തോട്ടത്തിലുണ്ട്. ചില ചെടികളെ പറ്റി നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ക്യാൻസർ വരുത്തും, അങ്ങനെയുള്ള ചെടികളൊന്നും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ പറയാം. ഏതായാലും ഒരു കാര്യം സത്യമാണ്, തോട്ടക്കാരന് എല്ലാ ചെടികളും പുഷ്പങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്നിനും അതിൻ്റെതായ ഒരു റോള് ഈ ലോകത്തിൽ വഹിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് നൽകിയിരിക്കുന്നത് ആ തോട്ടക്കാരൻ ഉടമസ്ഥൻ അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ആയുസ്സിനെ പറ്റി നമുക്ക് ഒന്നും വിധിക്കുവാൻ പറ്റുകയില്ല. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ഏറ്റവും നന്നായിട്ട് ചെലവഴിക്കുന്നതിനും ദൈവസന്നിധിയിൽ സമാധാനത്തോടുകൂടി നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കുന്നതിനും നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു അവബോധത്തോടുകൂടെ വേണം നാം ഈ ലോക ജീവിതം കഴിക്കുവാൻ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി തന്നെ ഈ സംസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ അറിയിക്കുകയാണ്. അപ്പോൾ ദൈവം എത്ര നാൾ ആയുസ് നൽകി എന്നുള്ളതിലല്ല പരമപ്രധാനമായിട്ടുള്ള കാര്യം. എനിക്ക് നൽകിയ ആയുസ് ഞാൻ ഏത് രീതിയിൽ ചെലവഴിച്ചു എന്നുള്ളതിലാണ് പ്രാധാന്യം. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യനെപ്പോഴും മാനുഷികമായിട്ട് ചിന്തിക്കാനുള്ള പ്രവണതയുടെ വഴി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരുണ അല്ലെങ്കിൽ നീതിയെപ്പറ്റി അവനൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഷീൻ അതേപ്പറ്റി പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്ത പലരും സ്വർഗരാജ്യത്തിൽ കാണും, ഉദ്ദേശിക്കുന്ന പലരും അവിടെ കാണുകയില്ല. ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. അങ്ങനെ അദ്ദേഹത്തിന് മരണശേഷം ഈ അത്ഭുതങ്ങളൊക്കെ നേരിട്ട് കാണേണ്ടതായിട്ട് വരുമെന്ന് അദ്ദേഹം മുൻകൂട്ടി പറയുകയാണല്ലോ പുസ്തകത്തിലൂടെ. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം മനുഷ്യനല്ല മനുഷ്യനെ വിധിക്കേണ്ടത്. ദൈവത്തിന് നമ്മുടെ വിധിയെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നാം എല്ലാവരും കരുണയോടുകൂടി കാണുമ്പോൾ ആരെയും വിധിക്കാതെയും ആരെയും അവഗണിക്കാതെയും ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാലും ഞാൻ ആദ്യം വന്ന ദിവസത്തിൽ വർത്തമാനമൊക്കെ പറയും, ശാന്തമായൊരു പ്രകൃതം, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പോയി. അതിനുശേഷം പിന്നീട് വീട് വെച്ചിരിക്കാൻ വന്നപ്പോൾ കൂടുതൽ അവശതയായി. അദ്ദേഹം കട്ടിലിൽ തന്നെ കിടന്ന് എഴുന്നേൽക്കാൻ പറ്റുകയില്ല. അവസാനം ആശുപത്രിയിൽ കണ്ടപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയായി. അപ്പോൾ പടിപടിയായിട്ടാണ് അദ്ദേഹം മരണത്തെ അഭിമുഖീകരിച്ചത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതൊരു ഭാഗ്യമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. ഞാൻ മരിക്കുമെന്നുള്ളൊരു അവബോധത്തോടുകൂടി ശാന്തമായിട്ട് ജീവിതം ചെലവഴിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാപങ്ങൾക്കെല്ലാം മാനുഷികമായി ചിന്തിക്കുമ്പോൾ മോചനം നേടുന്നു.
ആ മനസ്താപത്തോടുകൂടി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതേപ്പറ്റി ചിന്തിച്ചും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള രോഗാവസ്ഥകൾ എന്ന് നാം മനസ്സിലാക്കും. അപ്പം ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതൊരു ഭാഗ്യമാണ്. ഏതായാലും ജീവിതം അധികം കാലമില്ല എന്ന് പൂർണ്ണമായി ഗ്രഹിച്ചുകൊണ്ട് അതുപോലുള്ളൊരു മാരക രോഗമാണ് തന്നെ ബാധിച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി അദ്ദേഹം കൂടുതൽ ഒരുങ്ങി എന്നുള്ളൊരു സംശയമില്ല. അന്ത്യകുദാശകൾ സ്വീകരിച്ചുകൊണ്ട് വരുന്നവരെല്ലാം പ്രാർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ശരിക്കും ഒരുങ്ങിയാണ് ഈ മരണത്തെ കൈവരിച്ചത് എന്ന് നമുക്ക് പറയാം. അതൊരു ഭാഗ്യമാണ്. എത്രയോ മനുഷ്യർക്ക് അതിനോട് അനുഗ്രഹമൊന്നും ലഭിക്കാതെയൊക്കെ പോകുന്നുണ്ട്. നല്ല മക്കള്, നല്ല രീതിയിലുള്ള പരിശീലനം കിട്ടിയ മക്കൾ എപ്പോഴും മാതാപിതാക്കന്മാര് പ്രായമായി കഴിയുമ്പോൾ അവരുടെ ജീവിത അന്ത്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നല്ല മക്കളും മാതാപിതാക്കന്മാരുടെ ഓർമ്മ കുറഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കും, നമുക്ക് അന്ത്യകുദാശ സ്വീകരിക്കാം, അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിക്കാം, കുമ്പസാരിക്കാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഏത് മാതാവും പിതാവും അതിന് സമ്മതിക്കും. മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണത്. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഇന്നതൊക്കെ സമ്പാദിച്ചു എന്നതിൽ അഭിമാനം കൊള്ളുമ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യുവാനുള്ളത് വയസ്സുകാലത്ത് അവരെ ആ ചൈതന്യത്തിന്റെ ആ അന്തരീക്ഷത്തിൽ വളർത്തുക എന്നുള്ളതാണ്. അവര് പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിലെല്ലാം ആ ഈശ്വര ചൈതന്യത്തിന്റെ അന്തരീക്ഷം മക്കള് ഉണ്ടാക്കണം നിർബന്ധമായിട്ടും. അവിടെ അപ്പനും മക്കളും വഴക്കുണ്ടാക്കി സ്വത്തിന് വേണ്ടി അടിപിടി കൂടിയൊക്കെ അവരെ ആ അവസാന നാളുകളിൽ വേദനിപ്പിക്കാതിരിക്കാൻ ഓരോ മക്കളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂദാശകൾ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ. രോഗലക്ഷണം കണ്ടു കഴിയുമ്പോൾ ഇനി രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ ആദ്യം മക്കൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: രോഗീലേപനം നൽകുക, അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകളൊക്കെ ചെയ്യുക, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന സൽകൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ നാം ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ സമാധാനത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് പോകും. മരണത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ആ കവാടത്തിലൂടെ കടന്നു മാത്രമേ തന്റെ നിത്യസമ്മാനം നേടാനായിട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു അവസ്ഥ ബോധം നമുക്കുള്ളത് കൊണ്ടാണ് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മനോഹരമായിട്ട് ഈ ലോകത്തിലൊരു മുൻ ആസ്വാദനം എന്ന രീതിയിൽ അവർ പോകുന്നത് നല്ലൊരു സ്ഥലത്തേക്കാണ്, സ്വർഗരാജ്യത്തിലേക്കാണ്. അവരെ സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് നമുക്കറിയാം. രാഷ്ട്രപതിയിൽ നിന്നൊക്കെ സമ്മാനം മേടിക്കാൻ, അവാർഡ് മേടിക്കാനൊക്കെ പോകുമ്പോൾ എത്രമാത്രം ഒരുങ്ങിയാണ് ആ വ്യക്തികൾ പോകുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നാം എന്തുമാത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതനുസരിച്ച് ദൈവം നമുക്ക് അനുഗ്രഹം നൽകുന്നു എന്നത് മറ്റൊരു സത്യം. അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മരണം വേദനാജനകമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും മരണത്തിൽ വേർപാടിൽ വേദനയുണ്ട്. എങ്കിലും നമുക്ക് ആശ്വാസത്തിന് വകയുണ്ട്. പൗലോസ്ലീഹ അതിന്റെ പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവിശ്വാസം ഇല്ലാത്തവരെ പോലെ നിങ്ങൾ കരഞ്ഞു പിഴിഞ്ഞ് ജീവിക്കരുത്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ വേദനയൊക്കെ തൽക്കാലത്തേക്കാണ്. പക്ഷെ കർത്താവ് പുനരുത്ഥാനം ചെയ്തുവെങ്കിൽ ഈ ആത്മാക്കളെല്ലാം പുനരുത്ഥാനം ചെയ്യും. അതാണ് പുനരുത്ഥാനത്തിന്റെ ആചാരം. ആ രീതിയിൽ നാം ചിന്തിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം നമുക്കും കൂടുതൽ തീഷ്ണമായി ജീവിക്കാനായിട്ട് ദൈവം നൽകും എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേരാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ മക്കൾക്കും ചെറുകുട്ടികൾക്കും ബന്ധുക്കൾക്കും എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് വേദികളുടെ പേരിൽ ഞങ്ങളുടെ അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. തുടർന്നും നമുക്ക് ഇദ്ദേഹത്തെ ഓർക്കുകയും ഇദ്ദേഹത്തിൻ്റെ നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും തന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമുക്കെല്ലാവർക്കും മനത്താവത്തോട് പറ്റിയിടും കൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായും നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെയും നിത്യാന്തര തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാവത്താൽ നിന്റെ അമൂല്യമായ രക്തം രക്ഷിച്ച ഈ
ആത്മാവിന്റെ അപരാധങ്ങൾ കടന്നു ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുപത്താറും വഴി മനുഷ്യരുടെ പ്രതീക്ഷയും ശരണം പ്രദാനം ചെയ്ത മിശിഹായി ഇത് ദിവസത്തിൽ നിന്നും മാത്രത്തിന്റെ പ്രത്യേകം ഈ ആത്മാനെ പ്രകാശിപ്പിക്കുകയും സ്വരാജന അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നാസറിന്റെ മരണത്തിൽ വിശ്രമം കണ്ടെത്തുന്ന മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർണാടകയിൽ ഭാവനം കൊടുക്കുന്നതിനുമായ മിശിഹായെ നിന്റെ ദാസന്റെ ഭാവനം കൊടുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന കാരണവാത്മാവിൽ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും എൻ ജീവിത ചെയ്തികളും സകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനി, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമാറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം എന്നെ നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെ ഓർത്ത് പാടിപ്പുകഴ്ത്താം.
എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനെൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ. സന്തോഷിച്ചു നീ
ജീവിതകാലത്ത് സ്ഥലകൃത്യങ്ങൾ അദ്ദേഹത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവനീകരണ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരുടെ വിധിയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും അവരുടെ കൂടെ ഇയാളെ തന്റെ വലത്തുഭാഗം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതിയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സന്ദർശിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടാണ് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും ജീവന്റെയും മരണത്തിന്റെയും നാഥനും വിശുദ്ധാത്മാവായ കർത്താവിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ നീ മുഖമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ദൈവത്തിന്റെ പൗർണമി ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാംസവഴിയെ വിശദീകരിക്കുകയും എന്റെ ആത്മാനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസീനത എന്റെ ആത്മാവിനെയും ദേവാലയത്തെ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെയും ദൈവജനങ്ങൾ എന്റെ ആത്മാവിശ്വാസം നൽകി നിന്നോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിന്നാവുന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിന്നോടൊക്കെ ഉണ്ടായിരിക്കും. സുഖരാജ്യത്തിൽ നാം ഒരുക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര, കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അനുഗ്രഹത്തിന്റെ ജീവിതത്താൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ അനുഗ്രഹത്തിന്റെ ജീവിതത്താൽ ഈ കബറിടം പൂർത്തീകരിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്നെ മടങ്ങുമെന്നരുൾ ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കുന്തിരിക്ക വിടാനുള്ളവര് ഫ്രണ്ടിൽ കൂടെ ഒന്ന് രണ്ട് സൈഡിൽ കൂടെ ഇവിടത്തെ വഴി
ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനവയും നീ നൽകണമേയുസും പാടും പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിലൊരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാമിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയം ജീവൻ ഉദിക്കുന്നു. ആദ്യമുള്ളവയെല്ലാം തെളിവായി നിൻ തിരുവരിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ രൂഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിപരന്നേക്കുവാമേൻ സർവാധിപനാം കർത്താവേ. നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ. ഉദ്ധാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർക്കൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. കാവിനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യവേടും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമടു കല്ലറയിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. പാപങ്ങൾ കഴിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ നിന്നോട് പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. പാപങ്ങൾ കഴിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ജീവദായകവുമായ സത്യത്താൽ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ പഠിക്കുകയും തന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യും. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ജയാപൂർവ്വം പരിപാലിക്കണമേ. സ്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർത്തിക്കണമേ.
ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ മഹനീയമായ ജീവൻ നൽകി രാജ്യമാകുന്ന മുസ്ലിത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളെ നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളെ നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീ